സുവിശേഷത്തിൽ 24-ാം അധ്യായത്തിൽ 3 മുതലുള്ള വചനങ്ങള്. ഇത് കർത്താവായ യേശുക്രിസ്തു വരുന്നതിന് മുമ്പുള്ള അടയാളങ്ങളെ കുറിച്ച് ദൈവത്തിന്റെ വചനം 2000 വർഷങ്ങൾ മുമ്പ് തന്നെ എഴുതി വെച്ച മാറ്റമില്ലാത്ത വചനം പറയുകയാണ്. അവൻ ഒലിവ് മലയിൽ ഇരിക്കുമ്പോൾ ശിഷ്യന്മാർ തനിച്ച് അവൻ സമീപിച്ച് പറഞ്ഞു, ഇതെല്ലാം എപ്പോൾ സംഭവിക്കുമെന്നും നിന്റെ ആഗമനത്തിന്റെയും യുഗാന്തത്തിന്റെയും അടയാളം എന്താണെന്നും ഞങ്ങൾക്ക് പറഞ്ഞു തരണമേ. കർത്താവ് ഈശോ മിശിഹായോട് തന്റെ ശിഷ്യന്മാർ ചോദിക്കുകയാണ്, കർത്താവേ, നിന്റെ ആഗമനത്തിന്റെയും ഈ ലോകാവസാനത്തിന്റെയും യുഗാന്തത്തിന്റെയും അടയാളം എന്താണെന്നും ഞങ്ങൾക്ക് പറഞ്ഞു തരണമേ. യേശു പറഞ്ഞു, ആരും നിങ്ങളെ വഴി തെറ്റിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. പലരും എന്റെ നാമത്തിൽ വന്ന് ഞാൻ ക്രിസ്തുവാണ് എന്ന് പറയുകയും അനേകരെ വഴിതെറ്റിക്കുകയും ചെയ്യും. സ്നേഹമുള്ളവരെ, എങ്ങോട്ടുള്ള വഴിയാണ്? യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായം 6-ാം തിരുവാക്യം പറയുന്നു, വഴിയും സത്യവും ജീവനും ഞാനാണ്. സ്വർഗത്തിലേക്കുള്ള വഴി, നിത്യജീവനിലേക്കുള്ള വഴി, നമ്മുടെ ആത്മാവിന് നിത്യജീവനിലേക്കുള്ള വഴി കർത്താവായ യേശുക്രിസ്തുവാണ്. വഴി ഞാൻ മാത്രമാണ്, സത്യം ഞാൻ മാത്രമാണ്, ജീവൻ ഞാൻ മാത്രമാണ്. കർത്താവിന്റെ തിരുവചനം പറയുകയാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തില് 43-ാം അധ്യായം 10-11 വാക്യം പ്രകാരം പറയുന്നുണ്ട്, നിങ്ങൾ എന്റെ സാക്ഷികളാണ്. എന്നെ അറിഞ്ഞ് വിശ്വസിക്കുവാനും ഞാനാണ് ദൈവമെന്ന് ഗ്രഹിക്കാനും ഞാൻ തിരുത്ത ദാസൻ. തുടർന്ന് വചനം പറയുകയാണ്, എനിക്ക് മുൻപ് മറ്റൊരു ദൈവമുണ്ടായിട്ടില്ല, എനിക്ക് ശേഷം മറ്റൊരു ദൈവമുണ്ടാവുകയുമില്ല. ഞാൻ തന്നെയാണ് കർത്താവ്, ഞാനല്ലാതെ മറ്റൊരു രക്ഷകനില്ല. വീണ്ടും ഈ ലോകത്ത് കർത്താവ് ഈശോ മിശിഹ വരുന്നതിന് മുമ്പുള്ള അടയാളങ്ങളെ കുറിച്ച് ദൈവത്തിന്റെ വചനം പറയുകയാണ്. നിങ്ങൾ യുദ്ധങ്ങളെ പറ്റി കേൾക്കും, അവയെ പറ്റിയുള്ള കിംവദന്തികളും. എന്നാൽ നിങ്ങൾ അസ്വസ്ഥരാകരുത്, കാരണം ഇതെല്ലാം സംഭവിക്കേണ്ടതാണ്, എന്നാൽ ഇനിയും അവസാനമായിട്ടില്ല. ജനം ജനത്തിനെതിരായും രാജ്യം രാജ്യത്തിനെ ഉടനെഴുന്നേൽക്കും. ക്ഷാമങ്ങളും ഭൂകമ്പങ്ങളും പകർച്ചവ്യാധികളും പല സ്ഥലങ്ങളിലും ഉണ്ടാകും. സ്നേഹമുള്ളവരെ, പ്രളയങ്ങള്, ദുരന്തങ്ങള്